അടിയുടെ ഇടിയുടെ അപ്പടിയുടെ പോരാ ബേക്ക് പോസിറ്റീവിലേക്ക് അവർക്ക് സാധ്യത അതിലേക്ക് എന്തിന്റെ സൂക്കാണ് പാതിരാത്രി. കൂടുതൽ ചാനൽ ഒന്ന് ലൈക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് പറയുന്നത് വേറെ ഒന്നല്ല. ഞാൻ അടുത്ത പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ്. ഇന്നലെ 1 മണിയൊക്കെ ആയപ്പോൾ രാത്രി ഈ ആദില പോയി. അനീഷ് അവിടെ നല്ല ഉറക്കമായിരുന്നു. നല്ല ഉറക്കം എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ നല്ല ഉറക്കമായിരുന്നു. എന്തോ പേസ്റ്റ് എന്തോ മുഖത്ത് തേക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ അക്ബറിന്റെ ഇവിടെ ഈ മുഖത്തും തേക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ജിഷിന്റെ ദേഹത്തും തേക്കുന്നുണ്ട്. അക്ബറും ജിഷിനും എണീറ്റ് നോക്കുകയും ചെയ്തിട്ട് അതിലെ പോയി കിടക്കുക. ഇതേ അതിലല്ലേ ഒരാഴ്ച മുന്നേ നമ്മുടെ അനീഷിനെ ആട്ടി ചീത്ത വിളിച്ചത്. അനീഷ് ജോലി ചെയ്യാൻ പറഞ്ഞ് വിളിച്ചപ്പം അതിൽ ഉറങ്ങുന്നവരെയാണ് ശല്യപ്പെടുത്തുമെന്നും പറഞ്ഞ് ഇതേ അതിലല്ലേ ഈ ഉറങ്ങുന്ന ആൾക്കാരെ ശല്യപ്പെടുത്തുന്നത് ശരിയാണോ? അതിലെ വളരെ മോശമാണ്. എന്തിൻ്റെ സൂക്കാണെന്ന് എനിക്ക് മനസ്സിലായി. അതിലെ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് എനിക്ക് അറിഞ്ഞൂടെ. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു മത്സരാർത്ഥിയാണ്. ഇപ്പം അവരെ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. നൂറ് നല്ല മറ്റുള്ളവരെ ഇങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല. യാതൊരു റെസ്പെക്റ്റും ഇല്ലാത്ത ഒരു പരിപാടി. നമ്മൾ ഉറങ്ങുമ്പോൾ എന്ത് തമാശ, എന്ത് കുന്തം, എന്ത് കുടച്ചക്കറായിക്കോട്ടെ, നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ആ വ്യക്തിയെ ശല്യപ്പെടുത്തുന്നത് ശരിയാണോ? അതാരാണേലും. അന്ന് അവിടെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാക്കി. ഉറങ്ങുന്ന സമയത്ത് അനീഷ് വന്ന് പാത്രം കഴുകാൻ പറഞ്ഞത്. ഇതേ അതിലെയാണ് ഈ ഉറങ്ങിക്കിടക്കുന്നവരെ അക്ബറൊക്കെ നല്ല ഉറക്കത്തില്ല. അക്ബർ ജിഷിന അവരൊക്കെ എണീറ്റ് നോക്കുന്നുണ്ട്. എന്നിട്ട് അതിലെ പോയി കിടക്കുവാണ്. എന്ത് തമാശ, എന്ത് കുന്ത്രാണ്ടം എന്തോ ആയിക്കോട്ടെ, ഈ ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യനെ വിളിച്ചേൽപ്പിക്കല്ല, അവരെ ഡിസ്റ്റർബ് ചെയ്യുന്നത് ശരിയായ നടപടിയാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു അടുത്ത ആഴ്ചയോ അതിൻ്റെ അടുത്ത ആഴ്ചയോ നാട്ടിലേക്ക് പോരാ. ഇപ്പം ആളുകൾ അതിൽ വെറുത്ത് തുടങ്ങുകയാണ്. എന്നുവെച്ചാൽ അവരുടെ ഇപ്പം അനീഷിനോടുള്ള കൂടുതൽ അനീഷുമായിട്ട് കൂടുതൽ ഒരു ഇതായിട്ടാണോ ഒരു കൊണ്ടു നടക്കുന്നത്. എന്തോ വ്യക്തി വൈരാഗ്യം പോലെ. നൂറയ്ക്ക് അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഈ അതിലേക്കാണ് അനീഷ് എന്ത് പറഞ്ഞാലും ഒരു പുച്ഛഭാവം, അനീഷിനോട് സംസാര രീതിയൊക്കെ ഒരു റെസ്പെക്റ്റ് ഇല്ലായ്മയാണ് നമുക്ക് തോന്നുന്നത്. എന്തോ വലിയ സംഭവം എന്നാണ് പുള്ളിക്കാരുടെ വിചാരം. പുള്ളിക്കാരി എന്താണെന്ന് അറിയത്തില്ല. ഈ നമ്മുടെ റിയാസ് വന്ന പിന്നെ പുള്ളിക്കാരിയുടെ ഗെയിം അങ്ങ് മാറി. നെഗറ്റീവാണ് പുള്ളിക്കാരി ചിന്തിക്കുന്നത്. അതുവരെ പോസിറ്റീവായിട്ട് ചിന്തിച്ചൊരു വ്യക്തി, എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും പറഞ്ഞു കൊടുത്തൊരു വ്യക്തി, ഇപ്പം ഫുള്ള് നെഗറ്റീവാണ് അവരുടെ ഗെയിം പോകുന്നത്. അതെങ്ങനെയാണ്? റിയാസ് വന്നതിന് ശേഷമാണ് ഈ ഒരു സംഭവം വന്നത്. റിയാസ് നെഗറ്റീവ് ഗെയിം കളിക്കുന്ന ഒരാളാണ്. അത് ഞാൻ എവിടെ വേണമെങ്കിലും പറയാം, സത്യമായ ഒരു കാര്യമാണ്. ചില ആളുകൾ പറയുമോ റിയാസ് ഭയങ്കര ഇതാണ്, ഒന്നുമില്ല, നെഗറ്റീവ് ഗെയിമാണ് പുള്ളിക്ക്. അതേ നെഗറ്റീവ് പാതയിലൂടെയാണ് ഈ ആദില വരുന്നത്. അപ്പം ഇങ്ങനെ പോയ ആദിലയ്ക്ക് അടുത്ത ആഴ്ച വീട്ടിൽ പോകാം. അപ്പം എൻ്റെ കൊച്ചുകൂടെ അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോയിലേക്ക് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ്. താങ്ക് യു, ബൈ ബൈ.